ഭാഗവതത്തിന്റെ ഹൃദയം എന്ന് വിശേഷിപ്പിക്കുന്ന ഭാഗമാണ് ഇത് ഏകാദശം. ഇവിടെ ജ്ഞാനികളായ ഭാഗവത ആചാര്യന്മാർ പറയും, വളരെ കൃത്യമായി പറയും, യഥാർത്ഥത്തിലെ ഭാഗവതം എന്താണെന്ന് ചോദിച്ചാൽ അത് ഏകാദശമാണ്. ആ ഏകാദശം എന്താണ് എന്ന് മനസ്സിലാക്കാനുള്ള ബോധം, മനസ്സിലായില്ലേ, നമ്മളെ വർദ്ധിപ്പിച്ച് ആ നിലയിലേക്ക് ഉയർത്താൻ വേണ്ടിയിട്ടാണ് കൃഷ്ണന്റെ ചരിത്രം വരെ എന്ന് പറയുന്നത്. അപ്പോൾ കൃഷ്ണകഥകൾ പോലും ഏകാദശത്തെ അനുഭവിക്കാനുള്ള, നമ്മളെ ആ നിലയിലേക്ക് ഉയർത്താനുള്ള പദ്ധതികളാണ്, വഴികൾ ആണ് എന്ന് പറയുന്നത്. എന്താ ഏകാദശത്തിന്റെ പ്രാധാന്യം എന്ന് ചോദിച്ചാൽ, ഈ ഏകാദശം എന്ന് പറയുന്നത് മുക്തിസ്കന്ധം എന്നാണ് പറയുന്നത്. ഏകാദശം മുക്തി സ്കന്ധം. അതുകൊണ്ട് തന്നെ ഈ ചില വ്യാഖ്യാനങ്ങൾ നമ്മൾ ചിലപ്പോൾ തെറ്റിദ്ധരിക്കാറുണ്ട്. ഈ ഏകാദശത്തിൽ ഇനി മുക്തിക്ക് തക്കതായി ഏകാദശം ചൊല്ലാം എന്നൊരു വരി എഴുതി വെച്ചതുകൊണ്ട് പലപ്പോഴും ചിലർ തെറ്റിദ്ധരിച്ചിരിക്കുന്നത് ഏകാദശം മരണ വീട്ടിൽ വായിക്കുന്ന ഭാഗമെന്നൊക്കെ പറഞ്ഞ് പാരായണം നടത്തുന്നവർ പോലും മരണ വീട്ടിൽ പോകുമ്പോൾ ഏകാദശം വായിക്കരുത്. യഥാർത്ഥത്തിൽ ഏകാദശം വഹിച്ച ആളിന് വേണ്ടിയിട്ടല്ല, ജീവിക്കുന്നവൻ ശരിയായ ജ്ഞാനത്തെ അറിയാനാണ് ഏകാദശം. മനസ്സിലായില്ലേ? മുക്തി എന്ന് പറയുന്നത് മരണശേഷം കിട്ടേണ്ടതാണ്, ജീവിച്ചിരിക്കുമ്പോൾ കിട്ടേണ്ടതാണ്. ജീവിച്ചിരിക്കുമ്പോൾ നേടേണ്ടതാണ്. മനസ്സിലായില്ലേ? ജീവിച്ചിരിക്കേണ്ട സർവമോഹങ്ങളിൽ നിന്ന് ഉള്ള മോചനമാണ് മുക്തി. മോഹക്ഷയ വിധി മോക്ഷം. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ജ്ഞാനമാണ് ഇവിടെ ഏകാദശത്തിന്റെ പ്രതിപാദനം. അവിടെ കഥകളൊന്നും ഇല്ല അവരായിട്ട്. അതുകൊണ്ട് ജ്ഞാനസ്കന്ധം എന്നും മുക്തിസ്കന്ധം എന്നൊരു പേര് അതിനുണ്ട്. ഈ ജ്ഞാനം കൊണ്ട് മാത്രം നിറഞ്ഞ സ്കന്ധമായതുകൊണ്ടാണ് ഏകാദശം ഭാഗവത ഹൃദയം എന്ന് പറയുന്നത്. പിന്നെ അതിനെ മറ്റൊരു അർത്ഥത്തിൽ എടുത്താൽ 11 എന്ന് പറയുമ്പോൾ 10+1 അല്ലേ? 11. 11 നമ്മൾ സംസ്കൃതത്തിൽ പറഞ്ഞാൽ എങ്ങനെ പറയും? ഏകാദശി. ഭഗവാൻ വിഷ്ണുവിൻ്റെ, കൃഷ്ണന്റെ ഏറ്റവും വലിയ വ്രതാനുഷ്ഠാനം എന്താ? ഏകാദശിയാണ് അല്ലേ? ഏകാദശി വ്രതം എടുക്കുക എന്ന് പറഞ്ഞാൽ വളരെ, ഇപ്പോൾ ഗുരുവായൂരൊക്കെ ഏകാദശി ദിവസം പോയാൽ തൊഴിലണമെങ്കിൽ പോലും ചിലപ്പോൾ 8 മണിക്കൂറൊക്കെ നിൽക്കേണ്ടി വരും. മനസ്സിലായില്ലേ? ഏകാദശി ഏത് ബസ്സിൽ പോയാൽ അത്ര തിരക്കാണ് ഏകാദശിയിൽ. ഈ ഏകാദശി എന്താണ്? ഏകാദശി വ്രതം എന്ന് പറഞ്ഞാൽ എന്താ? എന്താ ഏകാദശി? അരി ഭക്ഷണം കഴിക്കരുത്. നമുക്കാകെ ഭക്ഷണമാണ് കേട്ടോ. സപ്താഹം എന്താ? രാവിലെ ഇഡലി, ഉച്ചയ്ക്ക് ചോറ് അല്ലേ, പിന്നെ 1-ാമത്തെ ദിവസം അരിപ്പായസം, 2-ാമത്തെ ദിവസം ബ്രഹ്മസലി, 3-ാമത്തെ ദിവസം കടലപ്പായസം, 4-ാമത്തെ ദിവസം ഗോതമ്പ് പായസം, വൈകിട്ട് വാഴക്കാപ്പും ചായയും. അത് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല, അത് വേണ്ട, അത് കട്ടി, ഞാൻ അറിയാതെ പറഞ്ഞു വേണ്ട. അത് കഴിഞ്ഞാൽ പിന്നെ രാത്രിയിൽ വീണ്ടും ഉപ്പുമാവും കടലക്കറി. അപ്പോൾ എന്ന് പറയുന്നത് പോലെ എല്ലാം ഭക്ഷണമായിട്ടാണ് ബന്ധമില്ലേ? അരിഭക്ഷണം അതൊന്നുമല്ല. ഏകാദശി എന്ന് യഥാർത്ഥത്തിൽ വൃത്തം മനോഭാവത്തെ ശുദ്ധീകരിക്കാനാണ്. മനസ്സിലായില്ലേ? ഭഗവാനിലേക്ക് നമ്മളെ ചേർക്കാനാണ്. ഭക്ഷണം കഴിക്കാതെ നമ്മൾ ചെയ്യുമെങ്കിൽ നാട്ടിൽ പട്ടിണി കിടക്കുന്നവരെല്ലാം ഭഗവാനോട് ചേർന്നതാണെന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ഒരിക്കലും കൊണ്ടാണ് വ്രതമെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ മാത്രം കഴിയുള്ള ഒരുപാട് പേര് ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നുണ്ട് അല്ലേ? ഉണ്ടോ ഇല്ലയോ? ഉണ്ട്. അപ്പൊ അവരെല്ലാം ഡെയിലി വ്രതം എടുക്കുന്ന ആളാണോ? ഊണുമായിട്ട് ബന്ധപ്പെട്ട ഇപ്പോൾ ഈ അടുത്ത സമയത്ത് നമ്മുടെ കേരളത്തിൽ ഏറ്റവും അറിയപ്പെടുന്ന ശ്രേഷ്ഠനായ സന്യാസികളുടെ ചിദാനന്ദപുരി സ്വാമി, അദ്ദേഹത്തിൻ്റെ പ്രഭാഷണത്തിൽ വളരെ രസകരമായ അനുഭവം പറഞ്ഞു. അദ്ദേഹം ഒരു വീട്ടിൽ ചെന്നു. അവിടെ അതിനടുത്തൊരു പ്രഭാഷണം ചെന്നപ്പോൾ ആ വീട്ടിലേക്കാണ്. അപ്പോൾ അവിടെ ക്ഷേത്രത്തിൻ്റെ അകത്തൊക്കെ കൊണ്ടുപോയി അവിടെ ചെന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു. സ്വാമി എന്തായാലും ഇന്നത്തെ ദിവസം കൂടെ വന്നതായാലും നന്നായി. അല്ല, ഇന്നാകുന്നതുകൊണ്ട് ഇവിടെ ഭക്ഷണമൊക്കെ പാചകം ചെയ്തതുകൊണ്ട് എനിക്ക് കഴിക്കാൻ തരാൻ സാധിക്കും. അപ്പം സ്വാമി ചോദിച്ചു, അതെന്താണെന്നുണ്ടെ ഞങ്ങൾ ആഴ്ചയിൽ ഒരിക്കലാണ്. സ്വാമി ആഴ്ചയിൽ ഒരിക്കലും, സാധാരണ ഈ ദിവസത്തിൽ ഒരിക്കലെന്നൊക്കെയുള്ള വ്രതം എടുക്കാറുണ്ട്. ആഴ്ചയിൽ ഒരിക്കലെന്നൊക്കെ പറഞ്ഞുള്ള വ്രതമൊന്നും എടുത്തു കളയരുത്. കാരണം ശരീരത്തെ തളർത്തും, ഭയങ്കര ക്ഷീണമാവും. നല്ല സമയം അങ്ങനെയല്ല. ഞങ്ങൾ ആഴ്ചയിൽ ഒരിക്കലും മാത്രമേ എടുക്കത്തുള്ളൂ. ബാക്കി എല്ലാ ദിവസവും ഇത് കുഞ്ഞി വെച്ചിട്ട് പിന്നെ എടുത്ത് ഉപയോഗിക്കുക. മനസ്സിലായി? സ്വാമിജി പറഞ്ഞു, ഇത് നിങ്ങൾ ആഴ്ചയിൽ ഒരിക്കൽ മാത്രം ഭക്ഷണം കഴിക്കുന്നതിനേക്കാളും വലിയ അപകടത്തിലുള്ള രോഗം നിങ്ങൾക്കുണ്ടാവും. അതും തെറ്റാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഞങ്ങൾ ആഴ്ചയിൽ ഒരിക്കൽ പാചകം ചെയ്യും, ബാക്കിയുള്ള ദിവസത്തേക്കുള്ള എല്ലാം എടുത്തോടെ വെക്കും, ഫ്രിഡ്ജിൽ വെക്കും, പിന്നെ വീണ്ടും എടുത്ത് ചൂടാക്കി അല്ലേ ഉപയോഗിക്കും. ഇങ്ങനെ ആഴ്ച മുഴുവൻ എന്താ പണി എളുപ്പമായി. നമ്മുടെ മാത്രമല്ല, കാലൻ്റെ പണി എളുപ്പമായി. മനസ്സിലായില്ലേ?
നമ്മളെ പണി എളുപ്പമായി, കാലിൻ്റെ പണി എളുപ്പമായി, നാട്ടിലുള്ള ഹോസ്പിറ്റലുകൾക്കൊക്കെ വരുമാന മാർഗമായി. എന്താ കാരണം? നമ്മൾ ഈ എടുത്ത് ചൂടാക്കുമ്പോൾ വേവിച്ച ഭക്ഷണം രണ്ടാമതെടുത്ത് വീണ്ടും തണുത്തിട്ട് വേവിച്ചാൽ അത് വിഷത്തിന് തുല്യമാണ്. നമ്മളതാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ വിളമ്പി കൊടുക്കുന്നതെങ്കിൽ ഒരു കുഞ്ഞി അത് മനസ്സിലായില്ലേ? ശരിയായ ഭക്ഷണം, ശരിയായ ചിന്ത, ഇത് രണ്ടും ആരോഗ്യത്തിന് വേണ്ടതാണ്. ശരിയായ ഭക്ഷണം വെച്ചാൽ വേവിച്ച ഭക്ഷണം ചൂടാറാതെ കഴിക്കണം. ചൂടാറിക്കഴിഞ്ഞാൽ നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത ഒട്ടനവധി തരത്തിലുള്ള വൈറസുകളും ബാക്ടീരിയകളും ഒക്കെ അമീബകളൊക്കെ കയറി ഇതിനകത്ത് കയറിയിട്ട് എന്ത് ചെയ്യും? രാസമാറ്റം കൊടുക്കും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അതൊക്കെ നമ്മുടെ ജീവിതത്തിനെ ബാധിക്കുന്നതാണ്. തിരിച്ചറിയുക എന്നുള്ളത് വളരെ പ്രധാനം. ശരി, ഏകാദശി പറഞ്ഞതാണ് ഇവിടം വരെ എത്തിയതില്ലേ? അപ്പോൾ ഒരിക്കലും ഊണ് അന്നോ അരിയോ ആഹാരം കഴിച്ചോ കഴിച്ചില്ല എന്നുള്ള അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ഏകാദശിയുടെ പ്രത്യേകത വെച്ചാൽ മനസ്സ് ഭഗവാനിൽ ഉറപ്പിക്കുക. ഒരു തരത്തിൽ പോലും ഭഗവാനെക്കുറിച്ചുള്ള സ്മരണയല്ലാതെ മറ്റൊരു കർമ്മത്തിലും മുഴുകാതെ, മനസ്സിലായില്ലേ? അവിടെ പരിപൂർണമായി മനസ്സ് എന്താ? ഏകാദശി എന്ന് വെച്ചാൽ 10+1 അല്ലേ? അതല്ലേ 11 എന്ന് പറയുന്നത്. 10 എന്ന് പറഞ്ഞാൽ എന്താ? 10 ഇന്ദ്രിയങ്ങൾ, ജ്ഞാനേന്ദ്രിയം, കർമ്മേന്ദ്രിയം. അപ്പം കർമ്മം ഈശ്വര പൂജയാവണം, അറിയുന്നതൊക്കെ ഈശ്വര തത്വമാണ്. അപ്പം ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളെ ഉള്ളടക്കണം. ഉള്ളടക്കം വെച്ചാൽ ആവശ്യമില്ലാത്ത വ്യവഹാരങ്ങളിലേക്ക് പറഞ്ഞു വിടരുത്. കാണുന്നതിൻ്റെയൊക്കെ പുറകെ കണ്ണു പോയാൽ മനോനിയന്ത്രണം ഉണ്ടാവുമോ? ഉണ്ടാവില്ല. കേൾക്കുന്നതിൻ്റെയൊക്കെ പുറകെ കാത് പോയാൽ മനോനിയന്ത്രണം ഉണ്ടാവുമോ? ഒരിക്കലും ഊണ് ഒക്കെ എടുത്ത് വ്രതം എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അപ്പുറത്തെ വീട്ടിലൊക്കെ മീൻ പൊരിച്ചതിൻ്റെ മണം വരുന്നു. പിന്നെ ഒരിക്കലും ഊണ് അവിടെ കാണുമോ? മനസ്സിലായില്ലേ? ഉണ്ടില്ലാതെ മാത്രമേ ഉള്ളൂ, വായിലൂടെ ഉണ്ടില്ലാതെ മാത്രമേ ഉള്ളൂ, മനസ്സുകൊണ്ട് അല്ലേ? ഫ്രൈയും കഴിച്ച്, കരിമീനും കഴിച്ച്, കൊഞ്ചും കഴിച്ച്, എല്ലാം കഴിച്ച് ഏമ്പക്കവും വിട്ടു കഴിയും. കാര്യം എന്താ? മനസ്സ് ഭക്ഷണം കഴിക്കും. നമ്മളെ വിചാരം ശരീരം മാത്രമാണ് ഭക്ഷണം കഴിക്കുന്നത്. അല്ല, മനസ്സ് ഭക്ഷണം കഴിക്കും. സങ്കല്പ ഭക്ഷണമുണ്ട്. അനുഭവ തലത്തിൽ നമ്മൾ നേരിട്ട് കാണുന്നത് മാത്രമല്ല മനസ്സ് ഉൾക്കൊള്ളുന്നത്. സ്വപ്നത്തിൽ നമ്മൾ യാഥാർത്ഥ്യത്തെ പോലെ തന്നെ അനുഭവിക്കാറില്ലേ? അല്ലേ? സ്വപ്നത്തിൽ കിടക്കുന്ന നമ്മൾ രാജകൊട്ടാരത്തിൽ രാജ്ഞിയായിട്ടിരിക്കുന്ന, രാജാവായിട്ടിരിക്കുന്ന ഒരു സ്വപ്നം കാണാറില്ലേ? യഥാർത്ഥത്തിൽ നമ്മൾ കണ്ണുകൊണ്ടാണോ കാണുന്നത്? കണ്ണടച്ചിട്ടാണ് ഉറങ്ങുന്നത്, പക്ഷേ കാണുന്നത് മനസ്സുകൊണ്ടാണ്. ആ അനുഭവം ഉണ്ടാവാറുണ്ട്. അവിടെ ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് ശത്രു സൈന്യം ആക്രമിക്കാൻ വന്നത്. ആക്രമിക്കാൻ വന്ന ശത്രു വന്ന് പള്ളയ്ക്ക് ഒരു ചവിട്ട് കിട്ടി, നമ്മൾ കട്ടിട്ട് വീടിൻ്റെ നിലത്ത് വീണ് നടു ഒടിഞ്ഞപ്പോഴാണ് കണ്ണു തുറന്നു നോക്കേ, അയ്യോ. നമ്മൾ വിയർത്ത് കുളിച്ച് ചവിട്ടിയതിൻ്റെ ചിലർ ഈ ഉണർന്നു കഴിഞ്ഞാലും വീണ്ടും തടവും. എന്താ കാര്യം? ഞാൻ ചവിട്ടി, വേദന തോന്നും. കാരണം അനുഭാവത്തിൻ്റെ തീവ്രത ഉണ്ടാവുമോ? മനസ്സിലായില്ലേ? അപ്പോൾ മൂക്കിനെ നിയന്ത്രിച്ചില്ലെങ്കിൽ ഏകാദശി ഉണ്ടാവുമോ? കാതിനെ നിയന്ത്രിച്ചില്ലെങ്കിൽ ഭഗവാനെ സ്മരിച്ചുകൊണ്ടിരുന്നതാ. അപ്പുറത്തെ വീട്ടിലെ വഴക്കോ വേറെ എവിടെയെങ്കിലും കേട്ട വർത്താനം ശ്രദ്ധിക്കാൻ പോയാൽ ഔട്ടാവുന്നത് ഭഗവാൻ പോകും. മനസ്സിലായില്ലേ? രുചിയെ എനിക്ക് താല്പര്യം വന്നാൽ അവിടെയും പോകും. ഇപ്പോൾ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച്, ജ്ഞാനേന്ദ്രിയത്തെയും കർമ്മേന്ദ്രിയത്തെയും നിയന്ത്രിച്ച് മനസ്സ്, അതാണ് 11ാമത്തത്. മനസ്സിലായില്ലേ? മനസ്സ് ഇതിനെ രണ്ടിനെ നിയന്ത്രിച്ചാൽ മാത്രമേ ഏത് മെരുകത്തുള്ളൂ. മനസ്സ് മെരുകത്തുള്ളൂ. അല്ലെങ്കിൽ മനസ്സിൻ്റെ നമ്മളെയും കൊണ്ട് ഇങ്ങനെ പലതിലും കൊണ്ടുപോയി ഇങ്ങനെ അലപ്പിച്ചുകൊണ്ടിരിക്കും. നമ്മളെ പലതിലും കൊണ്ടുപോയി. മനസ്സ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു സാധനമാണ് മനസ്സ്. എന്താ കാരണം? നിയന്ത്രണമില്ലാത്ത മനസ്സ് നമ്മളെ സർവ്വ ദുഃഖ ദുരിതങ്ങളിൽ കൊണ്ടെത്തിക്കും. നിയന്ത്രണമുള്ള മനസ്സ് നമ്മുടെ ഏറ്റവും ഉന്നതമായ സ്ഥലത്തെത്തിക്കും. അതായത് നിയന്ത്രണമുള്ള സേവകൻ എപ്പോഴും യജമാനന് ഗുണം ചെയ്യും. നിയന്ത്രണമില്ലാത്ത സേവകനോ എപ്പോഴും യജമാനിട്ട് പണി കൊടുത്തുകൊണ്ടിരിക്കും. ഇതാണ് മനസ്സിലെ ഒരു തലം. മനസ്സിനെക്കുറിച്ച് വിവേകാനന്ദ സ്വാമികൾ പറയുന്ന ഒരു തത്വമുണ്ട്. മനസ്സ് എന്ന് പറയപ്പെടുന്നത്, സ്വാമിജി പറയുന്നത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു വികൃതിയായ, സദാ വികൃതിയായ ഒരു കുട്ടിക്കുരങ്ങൻ. സാധാരണ കുട്ടിക്കുരങ്ങൻ എന്തുണ്ടാവും? വികൃതി ഉണ്ടാവും. ഇവിടെ സദാ വികൃതി എന്ന് പറഞ്ഞൊരു വിശേഷണമല്ലേ? അതിൻ്റെ അർത്ഥം എന്താ? വികൃതിയേക്കാൾ വികൃതി. നമ്മൾ ചിലപ്പോൾ ചില വീട്ടിൽ ചിലപ്പോൾ ചില അമ്മമാർ അതിലെ മഹാകുരുത്തം കെട്ടാനാ. എന്താ അതിൻ്റെ അർത്ഥം? എന്താ? സാധാരണ കുട്ടികൾക്കുള്ള കുരുത്തക്കെടിനേക്കാൾ കുറച്ചുകൂടെ കൂടുതലുണ്ടാവും. അതുപോലെ സദാ വികൃതിയായ ഒരു കുട്ടിക്കുരങ്ങൻ. ഈ കുട്ടിക്കുരങ്ങൻ അല്പം മദ്യം കൂടി കഴിച്ചാൽ എന്തായിരിക്കും അവസ്ഥ? സങ്കല്പിക്കാൻ പറ്റുമോ? ഇതൊന്നുമില്ലാതെ നല്ല ജന്റിൽമാന്മാരായ ആൾക്കാർ ഇച്ചിരി അടിച്ചു കഴിഞ്ഞാൽ കാറ്റിൽ കൂടുന്നതൊക്കെ കണ്ടാൽ നമുക്ക് അത്ഭുതം തോന്നില്ലേ? രാവിലെ നമ്മൾ നോക്കുമ്പോൾ പഞ്ചഭാവമായിട്ട് പോയാൽ വൈകുന്നേരത്ത് വരുമ്പോൾ പഞ്ചതലയുമായിട്ടൊക്കെ വരുന്നതാണ്.
ചിലരങ്ങനെയാണ്. ശരിയല്ലേ? നമ്മൾ തന്നെ ഭയന്നു ചിലരെ രൂപമാറ്റം. അപ്പോൾ ഇതൊക്കെ അങ്ങനെയുള്ള ലഹരിയിലേക്ക് എത്തപ്പെട്ടു കഴിഞ്ഞു. ഇനി ആ അവസ്ഥയിൽ എത്തപ്പെട്ട കുട്ടിക്കുരങ്ങൻ്റെ ദേഹത്ത് ഒരു ചെകുത്താനും കൂടെ കയറിയാലോ എന്തായിരിക്കും? എന്തെന്ന് പോലും പിടികിട്ടാതെ എന്തും കാട്ടിക്കൊണ്ടിരിക്കില്ലേ? ഇതുപോലെയാണ് സാധാരണ നമ്മുടെയൊക്കെ മനസ്സ്. ഇവിടെ നിന്ന് ആദ്യം ചെയ്യണം, ചെകുത്താനെ ഒഴിവാക്കും. മനസ്സിലായില്ലേ? ഇവിടെ ചെകുത്താനെ ഒഴിവാക്കും. അത് കഴിഞ്ഞിട്ടോ ഉള്ളിലുള്ള ലഹരികളെ ഒഴിവാക്കണം. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? ഇതിനെ നിയന്ത്രിക്കണം. കുരുത്തക്കേടുകളൊക്കെ ആണ്. അപ്പോൾ ഇതുപോലെ മനസ്സിനെ നിയന്ത്രിക്കണം. അപ്പോൾ 10 ഇന്ദ്രിയങ്ങളെ ഉൾവലിക്കുമ്പോൾ നിയന്ത്രിക്കപ്പെടുവാറ് മനസ്സ്. അതിനാണ് ഭഗവാന്റെ പാർത്ഥസാരഥിയുടെ ചിത്രം കണ്ടില്ലേ? കുതിരയെ ഓട്ടിക്കുന്ന ചിത്രമാണ്. ആ കുതിരയെ ഓട്ടിക്കുന്നതിൽ ഭഗവാന്റെ 5 ജ്ഞാനേന്ദ്രിയങ്ങൾ 5 പ്രതീകമാണ് 5 കുതിര. കടിഞ്ഞാണാകുന്ന മനസ്സ് ഭഗവാൻ നിയന്ത്രിക്കുന്നു. മനസ്സിലായില്ലേ? യാത്രക്കാരനായ ജീവൻ അർജുനൻ അതിനെ വിജയത്തിലെത്തിക്കുന്നു. 2 ചക്രങ്ങളുണ്ട്, ആധ്യാത്മിക ഭൗതികമായ ചക്രങ്ങൾ. ജീവിതമാകുന്ന രണം, ധർമ്മമാകുന്ന കാര്യം ചെയ്യേണ്ട ജീവിതം, അധർമ്മത്തെ എതിരിട്ട് ധർമ്മത്തിൽ വിജയം നേടാം. ഇതാണ് കുരുക്ഷേത്ര യുദ്ധത്തിൻ്റെ ഒരു ചെറിയ തത്വം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുക ഏകാദശി. മനസ്സിലായില്ലേ? അപ്പോൾ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച് മനസ്സാരിൽ ഉറപ്പിക്കണം? ഭഗവാനിൽ ഉറപ്പിച്ചാൽ അത് ഏകാദശി വ്രതം. ഇവിടെ ഏകാദശ സ്കന്ധം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. നമ്മൾ ഇതുവരെ കേട്ട കഥകളിലൂടെ നമ്മൾ എന്ത് പരിശീലിക്കണം? നമ്മുടെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ പരിശീലിക്കണം. അതുകൊണ്ടാണ് നമ്മൾ സഹസ്രനാമത്തിലൊരു നാമമുണ്ട്, അധോക്ഷജൻ. ഭഗവാനെ വിഷ്ണുവിനെ ഒരു പര്യായപദമാണ് അധോക്ഷജൻ. അധോക്ഷജൻ എന്ന് വെച്ചാൽ എന്താ? കണ്ണുകൾ ഉള്ളടക്കിയവൻ. അക്ഷം കണ്ണ്, അതെന്ന് വെച്ചാൽ ഉള്ളിലേക്ക് ആക്കിയവൻ, പുറത്തേക്ക് പോകുന്നില്ല. അപ്പോൾ കണ്ണുകൊണ്ട് നമ്മളെ കാണണം. മനസ്സിലായില്ലേ? കാതുകൊണ്ട് നമ്മളെ ശ്രമിക്കണം. നമ്മളെപ്പോഴെങ്കിലും നമ്മളെ വിലയിരുത്താറുണ്ടോ? ഉണ്ടോ? നാട്ടിലുള്ള സർവരെ നമ്മൾ വിലയിരുത്തൂലേ? എപ്പോഴെങ്കിലും ഞാൻ എന്താണ് എന്ന് വിലയിരുത്താറുണ്ടോ? അവനവനെ വിലയിരുത്തണം. അനുദിനം അനുഭവ ദർപ്പണങ്ങളിൽ നിന്ന് നിഴലിക്കും നിന്നാത്മവികാസരേഖ. നമ്മുടെ ആത്മാവിൻ്റെ വികാസരേഖ എന്താണെന്ന് ചോദിച്ചാൽ അനുദിനം അനുഭവ ദർപ്പണങ്ങളിൽ നിന്ന് നമ്മുടെ ജീവിതത്തിന് അനുദിനമുള്ള അനുഭവങ്ങളെ ഒരു കണ്ണാടിയെ പോലെയാക്കി അതിൽ നമ്മൾ സ്വയം വിലയിരുത്തി നമ്മൾ നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യണം? ശരിയാക്കണം. നമ്മുടെ നട്ടും ബോൾട്ടും ഒക്കെ ആരാ മുറുക്കേണ്ടത്? അടുത്ത വർഷാപ്പിൽ കൊണ്ടുകൊടുക്കാൻ പറ്റുമോ? മെക്കാനിക്ക് എൻ്റെ ഏതൊരു ബോൾട്ട് ഇളവി കിടക്കുക, ഒന്നും മുറുക്കണമെന്ന് പറയാൻ പറ്റുമോ? ഇല്ല, നമ്മൾ തന്നെ മുറുക്കണം. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ വളരെ കൃത്യമായി നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്താനാണ് ഭഗവാനെ ആശ്രയിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ അധോക്ഷജൻ. ഇവിടെ ഗുരുദേവൻ ആത്മോപദേശത്തിൽ പറയും, കണ്ണുകൾ 5 ഉള്ളടക്കി തെരുതര വീണ് വണങ്ങി ഓതിരേണം. കണ്ണുകൾ 5 ഉള്ളടക്കി, അതായത് ഈ പഞ്ചേന്ദ്രിയങ്ങൾ ഉള്ളടക്കി ആരെ അറിയണം? ആത്മാവിനെ അറിയണം, അവനവനിലുള്ള ഈശ്വരനെ അറിയണം. ഈ ഇന്ദ്രിയ നിയന്ത്രണമാണ് ശബരിമലയിലെ 18 പടികൾ കടന്ന് ജീവിതത്തിൻ്റെ പ്രാരാബ്ധ കർമ്മങ്ങളെയും ആധ്യാത്മിക കർമ്മങ്ങളെയും അവനവൻ ചെയ്ത കർമ്മഫലത്തിൻ്റെ പ്രതീകമായി സ്വന്തം ശിരസിൽ വഹിച്ച് 18 പടി കടന്ന് പഞ്ചമഹാഭൂതങ്ങളും പഞ്ചജ്ഞാനേന്ദ്രിയങ്ങളും പഞ്ചകർമ്മേന്ദ്രിയങ്ങളും കടന്ന് മനസ്സും കടന്ന് ജീവാത്മാവെന്ന് പറയുന്ന 17ാമത്തെ തലം കടന്ന് പരമാത്മാവെന്ന 18ാമത്തതിലെത്തുമ്പോൾ തത്വം അസി, അത് നീയാകുന്നു. മനസ്സിലായോ? നമ്മളിലെ ഉള്ളിലുള്ള ഈശ്വരനെ ആരറിയണം? നമ്മൾ തന്നെ അറിയണം. ഇതാണ് ഏകാദശത്തിൻ്റെ പ്രാധാന്യം. ആ ഏകാദശത്തിൽ എന്താണ് എന്ന് ചോദിച്ചാൽ സർവ്വദേഹബോധങ്ങളും. കാരണം ദേഹാഭിമാന ബോധത്തിലാണ് എന്തുള്ളത്? ഇന്ദ്രിയങ്ങളുടെ ശക്തി നിലനിൽക്കുന്നത് ഏതിലാണ്? ദേഹാഭിമാന ബോധത്തിലാണ്. ദേഹാഭിമാന ബോധം പോയാൽ ഇന്ദ്രിയങ്ങൾ ദുർബലപ്പെട്ടാൽ അവ നമുക്ക് വിധേയമായി മാറുകയും ചെയ്യും. അതുകൊണ്ടാണ് അവിടെ ഭഗവാൻ ഗോപികമാരിൽ നിന്ന് വസ്ത്രാക്ഷേപ ലീലയിലൂടെ ദേഹാഭിമാന ബോധത്തെ മാറ്റിയത്. ഇന്നലെ നമ്മൾ കേട്ടു, ഉദ്ധവരെ ഗോപികമാരടുത്തേക്ക് അയച്ച് ഭഗവാൻ അവിടെയും ഇല്ലേ ഞാനെന്ന ഭാവത്തെ വർദ്ധിപ്പിച്ചതിനെ മാറ്റി. ഇത് തന്നെയാണ് വാമനൻ്റെ അടുത്തേക്ക് പോയി ഭഗവാൻ അല്ലേ, മഹാഭാവനായി ഭഗവാൻ മഹാബലിയുടെ അടുത്തേക്ക് പോയി എൻ്റേതാകാനുള്ളതും ഞാനെന്ന ഭാവം 3 എണ്ണം. മനസ്സിലായില്ലേ? അതാണ് 3 പാദം. ഭഗവാൻ അതെടുത്തു. അതേ ഭാവത്തിലെത്താൻ വേണ്ടിയിട്ടാണ് കാളിയ നടനം ആടിയത്. കാളിയ നടനം ആടി ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചാൽ ഇന്ദ്രിയങ്ങൾ എന്തുകൊണ്ട് ഉയരണം? ജ്ഞാനം കൊണ്ട് ഉയരണം. അതിന് ഭഗവാൻ ഗോവർദ്ധനത്തെ ഉയർത്തി, ജ്ഞാനത്തെ
ഉയർത്തി. ആ ജ്ഞാനത്തെ ഉയർത്തി കഴിഞ്ഞപ്പോഴോ ആ ഭഗവാൻ ജ്ഞാനെന്ന ഭാവത്തെ ഗർവിനെ അതിജീവിച്ച് കംസവധം. ഇങ്ങനെ ഭാഗവതം മുഴുവനും ഒന്നിൽ നിന്ന് ഒന്നിലേക്കുള്ള പടിയായിട്ടുള്ള ഒരു സഞ്ചാരമാണ്. അത് വളരെ കൃത്യമായി മനസ്സിലാക്കി മനസ്സിരുത്തി തപസ് ചെയ്യണം. മനസ്സിലായില്ലേ? മനസ്സിരുത്തി തപസ് ചെയ്താൽ മനസ്സിലാവും നമുക്ക് വളരെ കൃത്യമായി നമുക്ക് നേടേണ്ടത് ജീവിതത്തിൽ എന്താണ് എന്നും നമ്മൾ ഒഴിവാക്കേണ്ടത് എന്താണെന്നും നമുക്ക് സ്വയം തിരിച്ചറിയാൻ സാധിക്കും. ഈ ശുദ്ധീകരണ പ്രക്രിയയാണ് നമ്മൾ നേരിടുന്നത്. അതിനാണ് ഭഗവാൻ ജ്ഞാനതത്വമായ ഏകാദശത്തെ പ്രദാനം ചെയ്യുന്നത്. ഈ ഏകാദശത്തിലുടനീളം ചില സംവാദങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവിടുത്തെ സംവാദം എന്ന് പറയുന്നത് നവയോഗി സംവാദമുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ഉദ്ധവരെ ഉപദേശിക്കുന്ന ഭഗവാൻ. നമ്മൾ ഇന്നലെ പറഞ്ഞു, ഉദ്ധവർക്ക് ഭഗവാൻ വലിയൊരു ദൗത്യം കൊടുത്തിട്ടുണ്ട്. എന്താ? ഭഗവാൻ ഈ ഭൂമിയിൽ നിന്ന് തൻ്റെ ശരീരത്തെ ഉപേക്ഷിക്കുന്ന വേളയിൽ ഈ പ്രപഞ്ചത്തിൽ മുഴുവൻ, മനസ്സിലായില്ലേ, ഈ ഭഗവാന്റെ ചൈതന്യത്തെ നിലനിർത്തേണ്ടത് ആരാണ്? ഉദ്ധവരാണ്. ആ ഭഗവാനിലേക്ക് എല്ലാവരെയും എത്തിക്കേണ്ട ചുമതലയായിട്ട് ഉദ്ധവർക്കാണ്. അപ്പോൾ ഉദ്ധവരോട് പറഞ്ഞു ഭഗവാൻ പറഞ്ഞു, ഉദ്ധവരെ, എൻ്റെ കർമ്മങ്ങളൊക്കെ പൂർണ്ണമായി എന്നെനിക്ക് അനുഭവപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ഉടൻ തന്നെ എന്ത് ചെയ്യും? ഈ കൃഷ്ണ ശരീരം ഞാൻ ഉപേക്ഷിക്കും. അതായത് ഞാനൊരു ജോലി ചെയ്യാൻ വേണ്ടി ഒരായുധം എടുക്കും. ജോലി കഴിഞ്ഞിട്ട് പിന്നെ ആയുധം നമ്മൾ കൊണ്ടുനടക്കേണ്ട ആവശ്യമുണ്ടോ? ഉണ്ടോ? അപ്പോൾ നിങ്ങൾ വീട്ടിൽ രാവിലെ മുറ്റമടിക്കാൻ വേണ്ടി ചൂല് രാവിലെ പോയി എടുത്തു. മുറ്റമടി കഴിഞ്ഞിട്ട് ചൂല് അന്ന് രാത്രി വരെ കശത്ത് വെച്ചുകൊണ്ട് നടക്കും. രാവിലെ എടുത്തതാ കളയണ്ട, ഇരിക്കേണ്ടത് കൊണ്ട് നടക്കും. അത് കഴിഞ്ഞ് നമ്മളത് വെക്കേണ്ട സ്ഥലത്ത് വെക്കും. ഇതുപോലെയാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. ഈ അധർമ്മികളെ ഇല്ലാതാക്കാൻ വേണ്ടി കൃഷ്ണ ശരീരമെന്ന, മനസ്സിലായില്ലേ, ഒരു ഉപകരണത്തെ ഞാൻ സ്വീകരിച്ചു. ആ കർമ്മം പൂർത്തീകരിച്ചപ്പോൾ എന്ത് ചെയ്തു? അതിനെ മാറ്റിവെക്കുന്നു എന്നതുപോലെ ഈ ശരീരത്തെ വിടും. എപ്പോഴാണ് ഉദ്ധവർ പറയും, ഭഗവാനെ അങ്ങ് പോയാൽ ഞങ്ങളെപ്പോലെയുള്ളവർക്ക് കാണാം. അങ്ങ് പറയുന്നതൊക്കെ ശരിയാണ്, ശരിയല്ലെന്നൊന്നും ഞാൻ പറഞ്ഞില്ല. ശരിയാണെങ്കിലും അതങ്ങോട്ട് ഉറപ്പിക്കാനൊരു പ്രയാസം. നമുക്കൊക്കെ അങ്ങനെയല്ലേ? ഇപ്പം ഞാനിവിടെ നിന്ന് പല സമയത്ത് പറഞ്ഞു മരിക്കുമ്പോൾ കരയേണ്ടെന്ന് പറയും. പക്ഷെ മരണം കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? കരഞ്ഞു പോകും. എന്താ കാര്യം? ഉറപ്പിക്കാൻ ചില സമയത്ത് ശരി അതൊക്കെ സംഭവിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ അതുപോലെ ഉദ്ധവർ പറഞ്ഞു. ആ സമയത്ത് ഭഗവാൻ പറഞ്ഞു, അല്ല ഉദ്ധവരെ, അതാണ് ശരി. അപ്പോൾ പറഞ്ഞു, അങ്ങുള്ള സമയത്ത് എനിക്ക് തന്നെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഞാൻ ആരോടാണ് ചിന്തിക്കുന്നത്? അങ്ങയോടാണ് ഇല്ലേ? ഉദ്ധവർക്ക് ഇടയ്ക്ക് ഭഗവാനോട് ചോദ്യമില്ലാതെ ഭഗവാനെ ഉപദേശിക്കാൻ പോയതിൻ്റെ ദുരന്തം നമ്മൾ പറഞ്ഞു, അല്ലെങ്കിൽ ഭഗവാൻ തന്നെ ഉദ്ധരിച്ചത് പറഞ്ഞു. ഇപ്പോൾ പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അഹങ്കാരം മാറിയപ്പോൾ ഉദ്ധവർ പിന്നെ ആരെ ആശ്രയിച്ചു? ഞാനാണ് ജ്ഞാനി എന്നുള്ള ഭാവം മാറിയപ്പോൾ ഭഗവാനിൽ നിന്ന് പലതും അറിവ് നേടാനുണ്ടെന്നുള്ള ഉദ്ധവർക്ക് ബോധ്യമായി. കാര്യം എന്താ? ഉദ്ധവർ ഏറ്റവും നിസാരക്കാരായി കണ്ട ഗോപികന്മാരിൽ നിന്ന് പോലും തനിക്ക് നേടാനുണ്ടെന്ന് തിരിച്ചറിവ് ആർക്ക് കിട്ടിയായിരുന്നു? ഭഗവാന്റെ കാരുണ്യം കൊണ്ട് ഉദ്ധവർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഉദ്ധവർ പറഞ്ഞു, ഭഗവാനെ അങ്ങ് പോയി കഴിഞ്ഞാൽ എനിക്ക് ചില സംശയങ്ങൾ ഇപ്പോഴും പൂർണ്ണമായിട്ടില്ല. അപ്പം ഞാൻ ഇത് ആരോടാണ് ചോദിക്കുന്നത്? ഭഗവാൻ പറഞ്ഞു, ആ ചോദ്യങ്ങളൊക്കെ ഇപ്പോൾ അങ്ങ് ചോദിച്ചു. അങ്ങനെ ഉദ്ധവരെ ഭഗവാൻ ഉപദേശിക്കുന്നു. ഉദ്ധവോപദേശം. ഈ ഉദ്ധവോപദേശത്തിൻ്റെ ഭാഗവതത്തിൽ വലിയ പ്രാധാന്യമുള്ള ഭാഗമാണ്. എന്താ കാരണം എന്ന് വെച്ചാൽ, ശ്രീകൃഷ്ണൻ്റെ ചരിതവുമായി നമ്മൾ ബന്ധപ്പെടുമ്പോൾ ഭഗവാന്റെ ഏറ്റവും വലിയ ഉപദേശമായിട്ട് നമ്മൾ കാണുന്ന ഏതാ? ഉദ്ധവോപദേശമാണ്. അതിവിടെ ഇരുന്നുകൊണ്ട് ഞാൻ പറഞ്ഞതുകൊണ്ട് ഓർത്താ. ഇത് ഞാൻ പറഞ്ഞില്ലാന്നെങ്കിൽ നിങ്ങൾ വേറൊരു ഉപദേശം പറഞ്ഞു. ഏതാ? ഭഗവാന്റെ ഏറ്റവും വലിയ ഉപദേശം എന്ന് പറയുന്നത് ഏതാ? നമ്മൾ അർജുനനെ ഉപദേശിച്ച ഗീതോപദേശമാണ് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഈ ഗീതോപദേശം ഭാഗവതത്തിലുണ്ടോ? അതാണ് സെലക്റ്റീവായ ചരിതം മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ. ഭാഗവതത്തിൽ എന്താ? പരീക്ഷത്തിനെ മരണഭയത്തിൽ നിന്ന് മുക്തനാക്കി മോക്ഷവിധത്തിന് വേണ്ടി പരിശ്രമിക്കുന്ന ജീവനെ മോക്ഷപദത്തിൽ എത്തിച്ച് ഭഗവാനെ നേടാൻ ആവശ്യമായ മാത്രം കാര്യങ്ങളെ ഇവിടെയുള്ളൂ, ഭാഗവതത്തിൽ ഉള്ളൂ. അപ്പോൾ ചോദിക്കും, മറ്റേ ഗീത എന്താണ്? ഭഗവത്ഗീത എന്താണെന്ന് വെച്ചാൽ അത് കർമ്മത്തിന് വേണ്ടിയിട്ടാണ്. സ്വധർമ്മം എന്ന കർമ്മം അനുഷ്ഠിക്കാൻ അർജുനൻ തൻ്റെ കർമ്മത്തിൽ നിന്ന് ഒളിച്ചോടാൻ ശ്രമിച്ചില്ല. യുദ്ധം ചെയ്യാതെ മാറി നിന്നപ്പോൾ കർമ്മപ്രേരിതമായി. അപ്പം ജീവിതമാർഗത്തിനാണ് ഏത്? ഭഗവത്ഗീത. മനസ്സിലായില്ലേ? ഭഗവത്ഗീത ജീവിതതത്വത്തെ എങ്ങനെ ജീവിക്കണം എന്ന് പഠിപ്പിക്കുന്നതാണ് ഭഗവത്ഗീതയിൽ ഉദ്ധവോപദേശം. എങ്ങനെ ഈ ജീവനെ ഇനിയൊരു ജന്മമില്ലാത്ത അവസ്ഥയിൽ എത്തിക്കണം എന്ന തത്വമാണ് ഉദ്ധവ ഉപദേശം. മനസ്സിലായില്ലേ? ഒന്ന് ഭൗതികാത്മകമായ കാഴ്ചപ്പാട് ചേർത്തും കൂടെ ഉള്ളതാണ് ഏത്? ഭഗവത്ഗീത. ഇവിടെ ഉദ്ധവോപദേശം എന്ന് പറഞ്ഞാൽ വേദാന്ത തത്വമാണ്. ആത്മബോധത്തെ മാത്രം ലക്ഷ്യമാക്കിയാണ് ഏത്? ഉദ്ധവ ഉപദേശം. ഇവിടെ എന്താ കാരണം വെച്ചാൽ, ഉദ്ധവൻ ഭഗവാന്റെ ജ്ഞാനഭക്തനുകൂടാണ്. പരമജ്ഞാനികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഏത്? ഉദ്ധവ ഉപദേശം. ജ്ഞാനത്തിൻ്റെ പൂർത്തീകരണമാണ്. അതുകൊണ്ട് സാധാരണഗതിയിൽ ഭഗവത്ഗീതയ്ക്ക് കിട്ടിയതുപോലെ
ആൾക്കാരൊരു വലിയ സ്വീകാര്യത ഏതിന് വന്നില്ല? ഉദ്ധവോപദേശത്തിന് ഇല്ല. ഏറ്റവും പ്രധാനമാണ് ആ ഉദ്ധവോപദേശത്തിൽ ഭാഗമാണ് അതിലുള്ളത്. അതുപോലെ തന്നെ നവയോഗികൾ, നമ്മൾ മുമ്പ് പറഞ്ഞു, ഭരതൻ എന്ന് പറയുന്ന രാജാവ് അല്ലേ, അദ്ദേഹം തപസ് ചെയ്തു, പിന്നെ മാനായി ജനിച്ചു, പിന്നെ ജഡഭരതനായി. അന്ന് ആ സമയത്ത് പറഞ്ഞ ഋഷഭദേവൻ്റെ പുത്രനായിരുന്നു ഭരതൻ. ഈ ഋഷഭദേവൻ്റെ മക്കളിൽ 9 പേര് യോഗിമാരായി എന്ന് പറഞ്ഞു. ആ നവയോഗികളുടെ കഥയും കൂടി ഇവിടെ വരുന്നുണ്ട്, ഈ ഭാഗത്ത് വരും. പിന്നെ ഹംസയോഗം, ഇങ്ങനെ കുറേ ആധ്യാത്മികമായ ദത്താത്രേയ ഭാഗം, ഇങ്ങനെ തുടങ്ങി 24 ഗുരുക്കന്മാർ, ഇങ്ങനെയൊക്കെയുള്ള ചർച്ചകളാണ് ഇവിടെ ഈ ഏകാദശത്തിൽ വരുന്നത്. ഇപ്പം ഇവിടെ നമുക്ക് ഉദ്ധവോപദേശവും നവയോഗി സംവാദമൊക്കെ എടുക്കുന്ന നവയോഗി സംവാദത്തിൻ്റെ കുറച്ച് ഭാഗങ്ങൾ നമുക്ക് ഈ സമയത്ത് ഒന്ന് ചിന്തിക്കാം. അത് കഴിഞ്ഞിട്ട് നാളത്തെ സമയത്ത് ബാക്കിയുള്ളവർ നമുക്ക് ചിന്തിക്കാം. ഇവിടെ ഭഗവാൻ തൻ്റെ ഈ സ്വശരീരത്തെ ആ ഭാവത്തിൽ നിന്ന് ഉപേക്ഷിക്കുന്നു, അല്ലെങ്കിൽ അതിനുള്ള സമയത്തിലേക്ക് എത്തുന്നു എന്നതിനെക്കുറിച്ചുള്ള സൂചനകൾ നാരദ മഹർഷിക്കൊക്കെ മനസ്സിലായി. അപ്പം നാരദ മഹർഷി അതുകൊണ്ട് തന്നെ ഈ കൃഷ്ണരൂപത്തിൽ ഭഗവാനെ അനുഭവിക്കാൻ ഇനി ഏറെ സാധ്യത ഇല്ല എന്നുള്ളത് കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് സമയം കിട്ടുമ്പോഴൊക്കെ അവിടെ എത്തും, ദ്വാരകയിലെത്തും. അങ്ങനെ വരുന്ന സമയത്ത് വസുദേവര് ദേവകിയും കൂടി നാരദരെ സമീപിച്ചു. നാരദ മഹർഷിയെ കൃഷ്ണൻ സാക്ഷാൽ പരമാത്മ സ്വരൂപനാണ് എന്ന് അറിവുള്ളവരൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ആ നിലയിൽ കൃഷ്ണനെ അനുഭവിക്കാൻ ഞങ്ങൾക്ക് പറ്റുന്നില്ല. കാരണം എന്താ? മക്കളാണ് എന്നൊരു ബോധം ഉണ്ട്. മനസ്സിലായില്ലേ? മക്കളിനി എത്ര വളർന്ന് ഏത് ടോപ്പിൽ ചെന്നാലും അച്ഛനും അമ്മയ്ക്ക് ആ ടോപ്പിലെ അവസ്ഥയിലായിരിക്കും മക്കളെന്നുള്ള കാഴ്ചപ്പാടായിരിക്കും. മക്കൾ വളർന്ന് ഇനിയിപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ആയാലും കേരളത്തിലെ മുഖ്യമന്ത്രി ആയാലും IPS ഉദ്യോഗസ്ഥനായാലും അച്ഛൻ്റെ അമ്മയുടെ മുമ്പിൽ ഒരു പാരായിരിക്കും, മക്കളെന്നുള്ള ഭാവമായിരിക്കും അല്ലേ? അവിടെ വന്ന് നമ്മൾ വല്ല IPS ആയിട്ടൊക്കെ നിന്ന് അമ്മ ആദ്യമേ പറയും, ഒന്ന് ഒതുങ്ങടാ, നീ എങ്ങനെ എഴുതി കിടന്നതാണെന്ന്, എവിടെ കിടന്ന് കരഞ്ഞതാണെന്ന്, കരപ്പനും പനിയൊക്കെ വന്ന് ഇവിടെ കിടന്നതൊക്കെ എനിക്ക് ഓർമ്മയുണ്ടെന്ന് പറയുമ്പോൾ നമ്മളെ വീട്ടിൽ എന്ത് ചെയ്യും? വെറും പൊട്ടിക്ക് നടക്കുന്ന പൊട്ടിച്ച് താഴെ അല്ലേ? ശരിയില്ലേ? അപ്പോൾ ഇവിടെ മക്കളെന്ന ഭാവത്തിലായതുകൊണ്ട് അറിയാൻ സാധിക്കും. അതുകൊണ്ട് ആ ഭഗവാന്റെ തത്വത്തെ ഞങ്ങൾക്ക് അറിയാതെ പോകരുത്. അതുകൊണ്ട് എന്ത് ചെയ്യണം? അങ്ങ് കാരുണ്യമുണ്ടായി ഞങ്ങളോട് ഇതൊന്ന് പറയണം. നാരദർക്ക് ഇത് പറയാൻ വേണ്ടി നാരദർ എന്ത് ചെയ്തു? നേരിട്ട് ഉപദേശിക്കുന്നതിന് പകരം മറ്റൊരു സംഭവത്തെ എടുത്തിവിടെ ചിത്രീകരിച്ചു. അതായത് ഒരു രാജാവിൻ്റെ അടുത്ത്, നിമി എന്ന് പറയുന്ന ഒരു രാജാവിൻ്റെ അടുത്ത് നവയോഗിമാരെത്തുമ്പോൾ ഈ നിമി എന്ന രാജാവ് 9 യോഗിമാരോടും ഓരോ ചോദ്യങ്ങൾ ചോദിക്കും. ഓരോരുത്തരോടും ഓരോ ചോദ്യം. അവരതിൻ്റെ ഉത്തരം പറഞ്ഞു. ഈ ഉത്തരത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഈ ചരിതമാണ് ഇവിടെ എടുത്ത് പറയുന്നത്, നവയോഗി സംവാദം എന്ന് പറയാം. അപ്പോൾ അതിൽ ആദ്യത്തെ ചോദ്യം വരുന്നത്, ഇവിടെ ഭഗവത് ധർമ്മം എന്താ? നമ്മളൊക്കെ ഭാഗവതം കേട്ടൂലേ? 10ാമത്തെ യജ്ഞമാണ് ഭാഗവതം കേട്ടു. ഇതെല്ലാം കഴിഞ്ഞ് നാളെ ഇതെല്ലാം കഴിഞ്ഞ് മറ്റേന്നാൾ നിങ്ങളോട് ചോദിക്കുകയാണ്, എന്താണ് ഭാഗവതത്തിലൂടെ അറിഞ്ഞ ധർമ്മം? എന്താണ് ഭാഗവതത്തിലൂടെ അറിഞ്ഞ് നിങ്ങൾ ജീവിതത്തിൽ ആചരിക്കേണ്ടതെന്ന് ചോദിച്ചാൽ എന്ത് മറുപടി പറയും? നല്ല കഥയായിരുന്നു, സുന്ദരമായ കഥയായിരുന്നു. ആണോ? പിന്നെയോ എന്തു പറയും? ഭാഗവത ധർമ്മം എന്തായിരുന്നു ചോദിച്ച് നമ്മൾ ആചരിക്കേണ്ട, പുണ്യം കിട്ടിയോ ദോഷം കിട്ടിയോ എന്നുള്ളതല്ല ചോദിക്കുന്നത്. അതവരുടെ വേറെ ഭാഗം വീട്ടുകാർ. ഇവിടെ നമ്മൾ ജീവിതത്തിൽ ഇത് കേട്ട് കഴിഞ്ഞത് മുതൽ നമ്മൾ ജീവിതത്തിൽ ആചരിക്കേണ്ടതായ കാര്യം, അതാണല്ലോ ഭാഗവത ധർമ്മം. ജീവിതത്തിൽ ആചരിക്കേണ്ടതിനെയാണ് എന്ത് പറയുന്നത്? ധർമ്മം എന്ന് പറയുന്നത്. ആ ധർമ്മം എന്താണെന്ന് ചോദിച്ചാൽ എന്തു പറയും? നല്ല ഭജനയാണ്. പിന്നെയോ 7 ദിവസം പോയാൽ അറിഞ്ഞില്ല, വീട്ടിലൊന്നും വെക്കേണ്ടി വന്നില്ല, ബുദ്ധിമുട്ടില്ലായിരുന്നു അല്ലേ? അങ്ങനെയാണോ? എന്ത് പറയും ഭാഗവതം? അവിടെയാണ് ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം നമ്മൾ മനസ്സിലാക്കുന്നത്. വലിയൊരു ഭാഗമാണ്, അതിന് ചുരുക്കി പറയാം, അതിൻ്റെ ആശയം ഇടാതെ തന്നെ നമ്മുടെ സമയത്തിന് ചുരുക്കി പറയാം. നമുക്കൊക്കെ അറിയാമത്, പക്ഷെ ഇതാണ് എന്ന് മുമ്പേ പറഞ്ഞെങ്കിൽ ഈ ഉറപ്പില്ല. ചിലർ നമുക്കറിയാമെങ്കിൽ ഇതാണ് എന്നുള്ള അല്ലേ? നമ്മൾ ഈ ചിലടത്ത് പറഞ്ഞില്ലേ, പണ്ട് സ്കൂളിൽ പഠിക്കാൻ പോകുമ്പോൾ പരീക്ഷയ്ക്കൊക്കെ പറയത്തില്ല, എന്താ? പൂരിപ്പിക്കുക, ഒരു ഡാഷ് ഇട്ടിട്ട് പൂരിപ്പിക്കുക. അപ്പുറത്ത് 3-4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് തോന്നും അതാണ്, അല്ല അതായിരുന്നു, അല്ല മറ്റേ, അപ്പോൾ ഇതാണ്, അല്ല
എപ്പോഴാ? നന്നായി പഠിക്കാത്തവന് മാത്രമേ ഇത് തോന്നൂ അല്ലേ? നന്നായി പഠിച്ചവൻ എന്ത് ചെയ്യും? മൂന്നിലേതാണെന്ന് വെച്ചാൽ ആദ്യമേ തന്നെ അവനത് എഴുതും. അവൻ ചാടിക്കളിക്കുമോ? നമ്മളെന്ത് ചെയ്യും? കണ്ണടച്ചിട്ട് 1 2 3 3 4 2 ഒറ്റപ്പെടുത്തി എന്നാ ഇരിക്കട്ടെ ഇരിക്കുന്നു. എന്താ കാര്യം? നമ്മൾ പഠിച്ചിട്ടില്ല. മനസ്സിലായില്ലേ? ചിലരെന്ത് ചെയ്യും? അടുത്തിരിക്കുന്നവൻ്റെ പേജിലോട്ട് നോക്കും, അപ്പുറത്തിരിക്കുന്നവൻ എഴുതിയിട്ട് ഒന്നുകൂടെ കാണിച്ചു കൊടുക്കും. എന്താ കാര്യം? ഞാൻ കുഴി വീഴുമ്പോൾ എനിക്കൊരു കൂട്ടുകയല്ല, നീ കൂടെ എഴുതി വെച്ചോടാ ഉറപ്പിച്ചു. ചില നല്ല സുഹൃത്തുക്കൾ അങ്ങനെയാണ്. മനസ്സിലായില്ലേ? വിജയത്തിലും പരാജയത്തിലും ഇവൻ എൻ്റെ കൂടെ വേണം, വിടത്തില്ല. അങ്ങനെയുള്ള ചിലരുണ്ട്. പക്ഷെ യഥാർത്ഥത്തിൽ നമ്മുടെ ഉറപ്പ് ഇല്ലായ്മ അവിടെ പ്രശ്നം. അപ്പോൾ ഇവിടെ ഭാഗവതർമ്മം നമുക്കൊക്കെ അറിയാം. നമുക്ക് ഭഗവാനെ ഒന്ന് പ്രാർത്ഥിച്ചാലോ? ഞാൻ എൻ്റെ ഒരു വരി ചെല്ലും, ബാക്കി നിങ്ങൾ ചെല്ലണം. ചെല്ലുമോ? ഓം കായേന വാചാ മനസേന്ദ്രിയർവാ ഒന്നുകൂടെ ചെല്ലാം, ഉറക്കെ ചെല്ലണം. ഓം കായേന വാചാ മനസേന്ദ്രിയർവാ ഇത് തന്നെയാണ് ഇവിടെ പൂരിപ്പിക്കാനുള്ള സാധനം. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് നമുക്കറിയാമെന്ന് പറയുന്നത്. ഭാഗവതത്തിൽ ഈ ചോദ്യത്തിൻ്റെ ഉത്തരമായി ഭാഗവതത്തിൽ ആ യോഗിമാരിൽ ആദ്യത്തെ യോഗി പറഞ്ഞ മറുപടിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്ലോകമാണ് ഈ ശ്ലോകം. മനസ്സിലായില്ലേ? നമ്മൾ ഈ ചെല്ലുന്ന ശ്ലോകം ഏകാദശത്തിലെ നവയോഗി സംവാദത്തിൽ നിമി എന്ന രാജാവിൻ്റെ ചോദ്യത്തിന് മറുപടിയായി കവി എന്ന് പറയുന്ന യോഗി പറയുന്ന മറുപടിയാണ്. എന്താ ഈ മറുപടി? ഭാഗവതർമ്മം എന്ന് പറയുന്നത്. എന്താ ഭാഗവതർമ്മം? കായേന വാച. കായം എന്ന് പറഞ്ഞാൽ എന്താ? പെരുങ്കായം. സാമ്പാറും രസവും ഉത്തമമാവണമെങ്കിൽ പെരുങ്കായം ഉപയോഗിക്കൂ. അതാണോ? എന്താ കായം? ശരീരം. കായം ശരീരം. കായേന വാച, ശരീരം കൊണ്ടോ വാക്കുകൊണ്ടോ, മനസ്സുകൊണ്ടോ ബുദ്ധി കൊണ്ടോ, ബുദ്ധ്യാത്മനാവ, പ്രകൃത സ്വഭാവ, പ്രകൃതിയാലുള്ള സ്വഭാവം, പ്രേരണകൾ കൊണ്ടോ വാസനകൾ കൊണ്ടോ, കരോമി എന്ന് വെച്ചാൽ ചെയ്യുന്നത്, ഞാൻ ചെയ്യുന്ന എല്ലാ കർമ്മം ഒന്നെന്നില്ലാതെ സർവകർമ്മങ്ങളും. മനസ്സിലായില്ലേ? കരോമി സകലം പരസ്മേ സർവ്വതും ഭഗവാനെ നാരായണായേതി സമർപ്പയാൻ. ഭഗവാനെ നിന്റെ പാദത്തിലെ പൂജയായി തീരണമേ, ഞാൻ നിന്റെ പാദത്തിൽ സമർപ്പിക്കുന്നു. അപ്പം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏതെങ്കിലും തെറ്റായ കർമ്മം ചെയ്യാനുള്ള അവസ്ഥയിലേക്ക് പോകുമോ? എല്ലാം ഭഗവാൻ സമർപ്പിക്കണം. അപ്പം നിങ്ങൾക്കൊരു ചോദ്യം വരാൻ വേണമെങ്കിൽ എല്ലാം ഭഗവാൻ സമർപ്പിക്കാൻ പറ്റുമോ? ഇപ്പം നമ്മുടെയൊക്കെ ധാരണ എന്താ? പൂജാമുറിയിലുള്ളത് അമ്പലത്തിൽ പോകുന്നത് മാത്രമാണ് ഭഗവാൻ സമർപ്പിക്കുന്നല്ലേ? എല്ലാം സമർപ്പിക്കാം. ഇവിടെയാണ് നമ്മുടെ ശാസ്ത്രവും ആചാരങ്ങളെയും സുഭക്തമാക്കണം. രാവിലെ എഴുന്നേറ്റ് പ്രഭാതകർമ്മം നടത്തുന്നത് പോലും ഭഗവാന് സമർപ്പിക്കാം. എന്താ കാരണം? ഈശ്വരൻ കുടികൊള്ളുന്ന ഈ ശരീരത്തെ ശുദ്ധമാക്കാനല്ലേ പ്രഭാതകർമ്മം അല്ലേ? നമ്മൾ ക്ഷേത്രത്തിൽ നിർമ്മാല്യമില്ലേ? എന്താ നിർമ്മാല്യം? മാലിന്യത്തെ ഇല്ലാതാക്കലാണ്. ഭഗവാനെ ഒരു വ്യക്തി എന്ന സങ്കല്പത്തിൽ വിഗ്രഹഭാവത്തിൽ കണ്ട് പൂജിക്കുമ്പോൾ ആ വ്യക്തിയുടെ ശരീരത്തിൽ ഉണ്ടാകുന്നത് പോലെ, മനസ്സിലായില്ലേ, മാലിന്യഭാവം വ്യക്തി സങ്കല്പാധിഷ്ഠിതമാകും വിഗ്രഹത്തിലും ഉണ്ടാവണം. ആ സങ്കല്പത്തോടു കൂടി അതിനെ ശുദ്ധിയാക്കുന്നതാണ് നിർമ്മാല്യം. രാവിലെ എഴുന്നേറ്റ് പ്രഭാതകർമ്മം ചെയ്യുകയും കുളിക്കുകയൊക്കെ ചെയ്യുന്നത് നമ്മളെ നിർമ്മാല്യമാണ്. ഈശ്വരൻ കുടികൊള്ളുന്ന ഈ ശരീരത്തെ നിലനിർത്താൻ ആവശ്യത്തിന് നമ്മൾ ഉപയോഗിച്ച ജലം, ഭക്ഷണ പദാർത്ഥം, ഇതൊക്കെയല്ലേ വേണ്ടാത്ത വേസ്റ്റ് മാലിന്യമായിട്ട് പുറത്തു പോകുന്നത് അല്ലേ? ആണോ? അല്ലേ? നമ്മളെ ഈ ശരീരത്തെ നിലനിർത്താൻ സ്വീകരിച്ചതിൽ അതിൽ നിന്ന് ആവശ്യമുള്ളത് എടുത്തിട്ട് ബാക്കിയാണ്. അപ്പം അത് പോകുന്നത് ഈ ശരീരത്തെ നിലനിർത്തുന്നതാണ്. അപ്പം ഉള്ളിൽ നിൽക്കുന്ന ആത്മാവിനെ പുഷ്ടിപ്പെടുത്താനല്ലേ ഭക്ഷണം കഴിച്ചത്. മനസ്സിലാവുന്നുണ്ടോ? ഇതെല്ലാം ഈശ്വരകർമ്മമാണ്. വീട്ടിൽ രാവിലെ അടുപ്പത്ത് ദീപം കൊളുത്തുമ്പോൾ വീട്ടിൽ അരി വെക്കുന്ന ഈശ്വരകർമ്മമാണ്. അതുകൊണ്ടാണ് പണ്ട് കാലത്ത് ഹിന്ദുധർമ്മത്തിൽ ഒരു ആചാരം പറയുമായിരുന്നു, രാവിലെ എഴുന്നേറ്റ് കുളിക്കാതെ അടുക്കളയിൽ കയറില്ലായിരുന്നു അമ്മമാര്. ഇപ്പം അടുക്കളയിലെ സർവ്വപണിയും കഴിഞ്ഞിട്ടാണ് പോയി കുളിക്കുന്നത്. എന്താ? അഗ്നി ഈശ്വരതുല്യമാണ്. രാവിലെ അഗ്നി അടുപ്പിൽ കൊളുത്തുന്നതിന് പണ്ട് പറയുന്ന ലഘു ഗണപതി ഹോമം എന്ന് പറയും. എല്ലാ ദിവസവും ഗണപതിയെ സ്മരിച്ച് വേണം അടുപ്പിൽ അഗ്നി കൊളുത്താൻ. പണ്ട് നേരിട്ട് അടുപ്പിലോട്ട് തീയതികൾ. ഇന്നിപ്പോൾ ഗ്യാസൊക്കെ ആയി, കാലം മാറി.
പക്ഷെ പണ്ട് കാലത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ചിരട്ടയ്ക്കകത്തോ ഒരു തൊണ്ടിനകത്തോ ഒരു കർപ്പൂരമോ അല്ലെങ്കിൽ ശരി ഒരു തിരി എന്തെങ്കിലും വെച്ച് ആദ്യം അത് കത്തിക്കും. എന്നിട്ട് അത് വെച്ചുകൊണ്ട് ഭഗവാനെ സർവ്വ ഐശ്വര്യങ്ങളും ഈ ആഹാരം കൊണ്ട് സർവ്വവിധമായ പുഷ്ടിയുണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ച് അടുപ്പിലേക്ക് ഇടും. ഇതിന് ഗണപതി ഹോമം അല്ലേ, ഇത് ഗണപതി ഹോമം ചെയ്യുന്ന അമ്മമാരായിട്ട് പണ്ട് നമ്മുടെ വീടുകളിലുള്ളത്. അത് കഴിഞ്ഞാൽ മുറ്റമൊടിക്കുന്ന എന്തിനാണ്? അടുത്ത ഒരു മുറ്റമൊടിക്കലാണല്ലോ. മുറ്റമൊടിക്കൽ ഈശ്വരന് സമർപ്പിച്ചിട്ടാണോ? എന്താ എപ്പോഴാണ് മുറ്റമടിക്കുന്നത്? രാവിലെ എപ്പോഴാ? പല അഭിപ്രായം വന്നു. പലരും പറഞ്ഞു രാവിലെയാണ്. രാവിലെ മുറ്റം അടിക്കാൻ പാടില്ല. മനസ്സിലായില്ലേ? ഒരു ചെറിയ കഥ കൂടി പറഞ്ഞ് നമുക്ക് നാളത്തേക്ക് ബാക്കിയുള്ള വിഷയത്തിൽ മാറ്റി. ഒരിക്കല് ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചു പോയപ്പോൾ ഈ പെൺകുട്ടിയുടെ മുത്തശ്ശി ചില ഉപദേശങ്ങളൊക്കെ ഈ പെൺകുട്ടിക്ക് കൊടുത്തു. കാര്യം ഒരു നല്ല ജീവിതത്തിലേക്ക് പോകുമ്പോൾ ജീവിതാനുഭവങ്ങളുള്ളവർ ഉപദേശം കൊടുക്കുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. പണ്ട് അങ്ങനെ ഒരു ചടങ്ങൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം ശിവപുരാണത്തിൽ പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, പാർവതി ദേവിയെ വിവാഹം കഴിച്ച് പോകുമ്പോൾ മേനാദേവി, പാർവതിയുടെ അമ്മ, പാർവതി ദേവിക്ക് ഉത്തമ സ്ത്രീകളെ കൊണ്ട് ഉപദേശം കൊടുത്തു എന്നാണ് പറയുന്നത്. അതിൻ്റെ അർത്ഥം പാർവതി ദേവിക്ക് അറിയില്ല എന്നുള്ളതല്ല, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ഇങ്ങനെ ഒരു കർമ്മം വേണം. കാരണം എന്താ, രണ്ട് സംസ്കാരങ്ങൾ തമ്മിൽ ചേരലല്ലേ ഒരു കുടുംബ ദാമ്പത്യം എന്ന് പറഞ്ഞത്. അപ്പോൾ ചില വിട്ടുവീഴ്ചകളും ചില പക്വതകളും മനസ്സിനെ രൂപപ്പെടുത്തി പോയില്ലെങ്കിൽ അവിടെ സമാധാനം കിട്ടുമോ? കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നല്ല ഉപദേശം കൊടുത്തിട്ടാണ് പണ്ട് കാലത്ത് എന്ത് ചെയ്യുന്നത്, മനസ്സിലായി, വിവാഹം കഴിച്ച് അയക്കുന്നത്. അപ്പോൾ ഈ മുത്തശ്ശി കുറേ ഉപദേശം കൊടുത്തു. പെൺകുട്ടി ഉപദേശങ്ങളൊക്കെ കേട്ട് കല്യാണമൊക്കെ, നല്ല വിദ്യാഭ്യാസമുള്ള കുട്ടിയാണ്, മുത്തശ്ശിയുടെ വലിയ അടുപ്പമൊക്കെയാണ്. അതുകൊണ്ടാണ് മുത്തശ്ശി കൊടുത്ത ഉപദേശമൊക്കെ സ്വീകരിച്ച് പോയി. കല്യാണം കഴിഞ്ഞ് അവിടെ ചെന്നു. രാത്രിയിൽ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് രാത്രിയിൽ ആഹാരം കഴിക്കാൻ വേണ്ടി ഇവരെല്ലാം ഇരുന്നപ്പോൾ ഈ പെൺകുട്ടിയോട് പറഞ്ഞ് വന്ന് ഇരിക്കുക, ആഹാരം കഴിക്കാമെന്ന് പറഞ്ഞു വീട്ടുകാർ. കാര്യം ആദ്യമായിട്ട് വരുന്നവർക്ക് ഒരു ടെൻഷൻ കാണുമല്ലോ അവിടെ എഴുതിച്ചേരാൻ. അപ്പോൾ അങ്ങനെ പറഞ്ഞു. ഈ പെൺകുട്ടി പറഞ്ഞു വേണ്ട, ഞാൻ ഇവിടെ നിന്ന് കഴിച്ചോളാം എന്ന് പറഞ്ഞു. അപ്പം ഭർത്താവും ബാക്കിയുള്ളവരൊക്കെ പറഞ്ഞു എനിക്ക് ഇരുന്ന് കഴിക്കും, കുഴപ്പമൊന്നുമില്ല, പേരൊന്നും വേണ്ട. അപ്പം പെൺകുട്ടി പറഞ്ഞു ഇല്ല, ഞാൻ നിന്നേ കഴിക്കുന്നുള്ളതാണ്. അപ്പം ഈ പെട്ടെന്ന് അവിടെ ഇടപെടുന്ന ആരായിരിക്കും? അമ്മയായിരിക്കും അല്ലേ. അമ്മ പറഞ്ഞു കുഴപ്പമില്ല, വീടൊക്കെ മാറി വന്നതല്ലേ, അതുകൊണ്ട് അവൾ നിന്ന് കഴിച്ചോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ നിന്ന് കഴിച്ചു. നിന്ന് കഴിപ്പൊക്കെ കഴിഞ്ഞിട്ട് ഉറങ്ങാൻ വേണ്ടി മുറിയിലേക്ക് പോയി. മുറിയിലേക്ക് പോകുമ്പോൾ പെൺകൊച്ചൊരു കസേര എടുത്തുകൊണ്ട് പോകും. അപ്പം എന്തിനാ ഈ കസേര എന്ന് വെച്ചാൽ പറഞ്ഞു കിടന്നുറങ്ങത്തില്ല, ഇരുന്നേ ഉറങ്ങത്തോളം. ആകെ പ്രശ്നമായി. ചെറുക്കൻ ടെൻഷൻ അടിച്ചു. അപ്പോഴത്തേക്ക് പിന്നെ ഈ അമ്മ അതിലും ഇടപെട്ട്, മോനെ ആദ്യമായിട്ടല്ലേ, വീടൊക്കെ മാറി വരുന്നതല്ലേ, ചിലപ്പോൾ ടെൻഷനൊക്കെ ഉണ്ടാവും, കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ചു. രാവിലെ എഴുന്നേറ്റ് വന്നപ്പോൾ അമ്മ ഒന്നും അറിയാത്തതുപോലെ അമ്മ രാവിലെ പറഞ്ഞു മോളെ മിറ്റവും നടിക്കാൻ പറഞ്ഞ് ചൂലെടുത്ത് കൈ കൊടുത്തു. ആ വീട്ടിൽ ഞങ്ങൾ നിന്നെ സ്വീകരിച്ചു എന്ന് ബോധിപ്പിക്കാനാണ് അവിടുത്തെ ഒരു ജോലി ഏൽപ്പിച്ചത്. പെൺകുട്ടി പറഞ്ഞ് രാവിലെ മുറ്റം അടിക്കത്തില്ല എന്ന് പറഞ്ഞ് ചൂലങ്ങ് മാറ്റി വെച്ചു. അമ്മയ്ക്ക് തോന്നി ഇത് പ്രശ്നമാണ്. അപ്പോൾ അമ്മ വിചാരിച്ചു എന്നാൽ ഒന്ന് കുളിയൊക്കെ കഴിഞ്ഞ് ക്ഷേത്രത്തിലൊക്കെ പോയി വരുമ്പോൾ ഒന്ന് മനസ്സ് ശുദ്ധമാവും. അതിനുവേണ്ടി അമ്മ പറഞ്ഞു എന്നാൽ മോളൊരു കഞ്ഞിപ്പോയി കുളിക്കാൻ പറഞ്ഞു. കുളിക്കാൻ പോയപ്പോൾ പെൺകുച്ചൊരു സ്റ്റൂൾ എടുത്തുകൊണ്ട് പോകും. എന്തിനാ മോളെ ചോദിച്ചു, നിന്നങ്ങ് കുളിക്കരുത്. അമ്മയ്ക്ക് തോന്നി എന്തോ എവിടെയോ ഒക്കെ ഏതോ പിരി പോയിട്ടുണ്ട്. ഇത് കഴിഞ്ഞ് വന്നപ്പോൾ ആ വീട്ടിലെല്ലാവരും സാധാരണഗതിയിൽ അവിടെ ഒരുങ്ങാൻ വേണ്ടിയിട്ട് ടേബിളിൻ്റെ അടുത്തൊരു കണ്ണാടിയുണ്ട്. അവിടെ ഈ കസേരയുടെ ഉള്ളൂ ഒരുങ്ങാൻ വേണ്ടി. ഈ പെൺകുട്ടി വന്ന ആദ്യമേ ഈ കണ്ണാടി അങ്ങ് ഇളക്കി വലിച്ചിറക്കി. ശബ്ദം കേട്ട് അമ്മ ഓടി വന്നപ്പോൾ കണ്ണാടി വലിച്ചിറക്കുന്നു. ഒരു ചുറ്റിയിലും എടുത്ത് നേരെ മുകളിൽ കിടന്ന് കണ്ണാടി മുകളിൽ അടിച്ചു വെച്ചു. അന്ന് ചോദിച്ചു എന്തിനാ മോളെ ചെയ്തത്? ഇരുന്നങ്ങ് ഒരുങ്ങിയത്. ഇത്രയൊക്കെ ആയപ്പോൾ അമ്മ പതുക്കെ അച്ഛനോട് പറഞ്ഞു രക്ഷയില്ല, വിളിപ്പിക്കുക. അങ്ങനെ ബന്ധുമിത്രാദികളെല്ലാം കൊണ്ടുപോയി വിളിച്ചു. അങ്ങനെ പെണ്ണിൻ്റെ വീട്ടിൽ വിളിച്ചു. പെണ്ണിൻ്റെ വീട്ടുകാർ എന്താണെന്ന് അറിയാൻ വേണ്ടി അത്ഭുതപ്പെട്ട് അവരും അവിടുത്തെ നാട്ടുകാരും പൗരപ്രമാണിമാരും ഒക്കെ എല്ലാവരുമായിട്ട് തിരിച്ചിവിടെ വന്നു. ഇവിടെ വന്നുടനെ ഇവർ വന്ന് ചോദിച്ചു ഇങ്ങനെയാണ്. അപ്പോൾ പെണ്ണിൻ്റെ വീട്ടുകാർ ഇന്നലെ വരെ അവർക്കൊരു കുഴപ്പമില്ലായിരുന്നോ, നന്നായി പഠിച്ച് നല്ല വിദ്യാഭ്യാസമുള്ള കുട്ടിയാണ്, വീട്ടിൽ ഇതൊന്നും ഇങ്ങനെ ചെയ്തിട്ടില്ല, നിങ്ങളിവിടെ വന്നപ്പോൾ എന്തോ മാനസികമായിട്ട് നിങ്ങളെന്തോ ഭയപ്പെടുത്തിയിട്ടുണ്ട്, അതുകൊണ്ട് കുട്ടിക്ക് വിഭ്രാന്തി വന്നതുകൊണ്ടാവാമെന്നൊക്കെ പറഞ്ഞ് പെണ്ണിൻ്റെ വീട്ടുകാർ ആരെ കുറ്റപ്പെടുത്തുന്നു? ചെറുക്കൻ്റെ വീട്ടുകാർ. ചെറുക്കൻ്റെ വീട്ടുകാർ പറയുന്നത് എന്താ, നിങ്ങൾ തലയ്ക്ക് വെളിവില്ലാത്തോളം കള്ളം പറഞ്ഞ് ഞങ്ങളെ തോളിൽ അടിച്ചേൽപ്പിച്ചാന്ന് പറഞ്ഞ് ഇവർ വഴക്കുണ്ടാക്കുന്നു. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരത്തിലേക്ക് മോളോട് ചോദിച്ചു മോളെ നീ എന്തായി കണ്ടേ? അത് മുത്തശ്ശി പറഞ്ഞു. ഇപ്പോഴാണോ നീ അങ്ങനെയുള്ള മുത്തശ്ശിമാർ പിന്നെ അവിടെ കാണുമോ? ഗോൾ പോസ്റ്റ് കഴിഞ്ഞാൽ അക്കരയ്ക്ക് പോകും, മനസ്സിലായി, ഓടിച്ചെന്നൊരു ഗോളടിക്കും. പക്ഷേ ഈ വീട്ടുകാർക്ക് മുത്തശ്ശി വളരെ അറിവുള്ളതായതുകൊണ്ട് മുത്തശ്ശി അടുത്തേക്ക് ചെന്നു. മുത്തശ്ശിയെ കാരണത്തിരിക്കൊണ്ട് വിളിച്ചറിയിക്കുന്നത് മുത്തശ്ശിയോട് ചോദിച്ചു എന്താ മുത്തശ്ശി പറഞ്ഞു? മുത്തശ്ശി പറഞ്ഞു എൻ്റെ മാതാപിതാക്കൾ എനിക്ക് തന്ന ഉപദേശമാണ് ഞാൻ അവർക്ക് കൊടുത്തത്.
പക്ഷെ അത് എന്താണെന്നുള്ള രീതിയിൽ അത് മനസ്സിലാക്കാനുള്ള കഴിവും ബോധത്തിൽ നിങ്ങളുടെ മക്കളെ നിങ്ങൾ വളർത്താഞ്ഞത് മനസ്സിലായില്ലേ? ആ തരത്തിലേക്ക് ഉയരാത്തത് അവളുടെ വിദ്യാഭ്യാസത്തിൻ്റെ കുഴപ്പമോ? ഞാൻ പറഞ്ഞത് കൃത്യം എന്താ പറഞ്ഞത്? മുത്തശ്ശി പറഞ്ഞത് ഇരുന്ന് അങ്ങ് ഉണ്ണരുത്. ചില ആൾക്കാർ കണ്ടിട്ടില്ലേ, രാവിലെ ഇരുന്ന് കഴിക്കും, അത് കഴിഞ്ഞ് ഇടയ്ക്ക് കയറി കഴിക്കും, പിന്നെ കയറി കഴിക്കും, ഉണ്ണാൻ വേണ്ടി അങ്ങ് ഇരിക്കും. അങ്ങനെ ഇരുന്നങ്ങ് ഉണ്ടാ കുടുംബം വെളുത്തു. മനസ്സിലായില്ലേ? പറഞ്ഞതിൽ അർത്ഥം മനസ്സിലായില്ലേ? ചില ഇരുന്നങ്ങ് ഉണ്ണും. അവർ ചില പറഞ്ഞില്ലേ, ഉണ്ട് കഴിഞ്ഞപ്പോൾ ക്ഷീണം, ഉറങ്ങി കഴിഞ്ഞിട്ടോ എണീറ്റപ്പം വീണ്ടും വിശപ്പ്, വീണ്ടും കഴിച്ചു. അതാണ് ജീവിതം. അപ്പോൾ ഹിതമായും മിതമായും, മനസ്സിലായില്ലേ? ഹിതം വെച്ചാൽ നല്ലതും, മിതമായി ഭക്ഷണം കഴിച്ചാൽ ദീർഘകാലം ആയുസ്സോടെ, ആരോഗ്യത്തോടെ, സമ്പത്തോടെ ഒക്കെ ജീവിക്കാൻ പറ്റും എന്ന തത്വമാണ് മുത്തശ്ശി പറഞ്ഞു. അപ്പോൾ ഇരുന്നങ്ങ് ഉണ്ണരുത് എന്ന് പറഞ്ഞപ്പോൾ പെൺകൊച്ചു കസേരയിൽ ഇരിക്കരുതാണ് മുത്തശ്ശി. ആവശ്യത്തിന് കഴിച്ചാൽ അല്ലേ? ആവശ്യത്തിന് നമ്മൾ സാധാരണ നമ്മുടെ ശാസ്ത്രം പറയും എന്താ, നമ്മുടെ വയറിൻ്റെ എത്ര ഭാഗം വേണം ഭക്ഷണം? അരഭാഗം. അങ്ങനെ ആണോ? ആണോ? അപ്പം അരഭാഗം, കാൽഭാഗം വെള്ളം അല്ലേ, കാൽഭാഗം വായു. കാരണം നല്ല ദഹന പ്രക്രിയ നടക്കണമെങ്കിൽ അത് വേണം. മനസ്സിലാവുന്നുണ്ടോ? അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ എന്താ മുത്തശ്ശി പറഞ്ഞത്? കൊച്ചു കസേര എടുത്തോണ്ടല്ലേ ഉറങ്ങാൻ പോയത്. മുത്തശ്ശി പറഞ്ഞ് കിടന്നങ്ങ് ഉറങ്ങരുത്. അത് ഉറക്കം വരുമ്പോഴാണ് കിടക്കേണ്ടത്, അല്ലാതെ ഉറങ്ങാൻ വേണ്ടി മാത്രം. ചിലർ പറഞ്ഞില്ലേ, ഞാൻ വെറുതെ കിടന്നതാണ്, ഉറങ്ങിപ്പോയി, അറിഞ്ഞില്ല. ഇങ്ങനെയുള്ളവൻ മടിയനും അലസനുമാണ്. അവന് ജീവിതത്തിൽ പുരോഗതി ഉണ്ടാവുമോ? ഒരിക്കലും ഉണ്ടാവില്ല. ഇതാണ് മുത്തശ്ശി പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് എന്താ പറഞ്ഞത്? പുലർച്ചെ മുറ്റമടിക്കരുത് അല്ലേ? പുലർച്ചെയല്ല മുറ്റമടിക്കില്ല, പുലരിന് മുമ്പേ മുറ്റമടിക്കണം. കാരണം എന്താ? പുലർച്ചയിൽ സൂര്യഭഗവാൻ വരും. സൂര്യഭഗവാനെ വരവേൽക്കാനാണ് മുറ്റമടിക്കുക, അല്ലാതെ കരിയിലെ ചപ്പും പോയി മനസ്സിലായില്ലേ കിടക്കാനല്ല മുറ്റമടിക്കുന്നത്, സൂര്യനെ വരവേൽക്കാനാണ്. പണ്ട് കാലങ്ങളിൽ എല്ലാ ദിവസവും മുറ്റമടിച്ച് ആ മുറ്റത്ത് ചാണകം തളിച്ച് പുഷ്പമിടുക എന്ന് പറയുന്ന ഒരു സംവിധാനമാണ്. ഇപ്പം നമ്മൾ ഓണത്തിന് മാത്രമാക്കി മാറ്റിയില്ലേ പൂക്കളടി അല്ലേ? പണ്ടങ്ങനെയല്ല, എല്ലാ ദിവസവും മുറ്റം അടിച്ചു കഴിഞ്ഞാൽ ഇനി ചാണകം ഇല്ലെങ്കിൽ അല്പം വെള്ളം തളിച്ചിട്ട് ഒരു 2 പൂക്കളെങ്കിലും പിച്ചിട്ട്. എന്താ? നമ്മുടെ വീട്ടിലേക്ക് വരുന്ന സൂര്യഭഗവാൻ, പ്രത്യക്ഷ ഈശ്വരനായ വിഷ്ണു ഭഗവാന്റെ പ്രതീകമാണ് ആര്? സൂര്യൻ. സൂര്യകിരണങ്ങൾ വരുമ്പോൾ ഭഗവാനെ വരവേൽക്കാൻ ഭഗവാന്റെ പാദം പതിയുന്നിടത്ത് പുഷ്പം ഇടും. മനസ്സിലായില്ലേ? ഇപ്പം നമ്മൾ ഇതിനെന്താ, സൂര്യൻ വന്ന് കാലൊക്കെ ചവിട്ടി കഴിയുമ്പോൾ ചൂടുവാട്ടിയില്ലേ സൂര്യൻ്റെ കാലിലടിക്കാൻ. വീട്ടിൽ അതിഥി വരുന്നതിന് മുമ്പ് തൂക്കും, അതിഥി വന്നതിന് ശേഷം കസേര വന്നിരുന്ന് കാലൊന്ന് പൊക്കെ തൂക്കട്ടെ എന്ന് പറഞ്ഞിരിക്കുമോ? ഏതാ ശരി? നേരത്തെ വൃത്തിയാക്കിയിടലാണ്. അപ്പോൾ പുലരിന് മുമ്പ് എന്ത് ചെയ്യണം? മുറ്റമടിക്കണം. മനസ്സിലായില്ലേ? ഓണത്തിന് മാത്രം ഇടേണ്ടതല്ല പൂക്കളം, വലിയ പൂക്കളം വേണമെന്നല്ല പറഞ്ഞത്. ഇപ്പോൾ പൂക്കളവും ഗതി മാറി. ഇപ്പോൾ കഴിഞ്ഞ വർഷം ഒരു അനുഭവം ഉണ്ടായി. കഴിഞ്ഞ വർഷം ഈ ഓണത്തിനോട് അടുപ്പിച്ച് ഉത്രാടത്തിൻ്റെ അന്ന് കരിക്കോട് ഒരു യജ്ഞം ഉണ്ടായിരുന്നു. യജ്ഞമൊക്കെ കഴിഞ്ഞിട്ട് ഉത്രാടത്തിൻ്റെ തലേ ദിവസമാണ് വരുന്ന പൂരാടത്തിന് എന്നാണ് വന്നത്. അപ്പോൾ പൂരാടത്തിന് അന്ന് ഉത്രാടത്തിൽ നിന്ന് കരിക്കോട് ജംഗ്ഷനിൽ ഇങ്ങനെ നിൽക്കണം. വീടിൻ്റെ തൊട്ടടുത്ത ജംഗ്ഷൻ കരിക്കോടാണ്. അവിടെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ബൈക്കിൽ പരിചയമുള്ള ഒരാൾ പോകുന്നു. അയാളുടെ പുറകിൽ അയാളുടെ മോളും ഇരിപ്പുണ്ട് വണ്ടിയിൽ. ഇയാളുടെ കയ്യിൽ ഒരു റീത്ത് പോലെ റൗണ്ട് ഇരിക്കുന്നു. അപ്പം ഞാൻ ചോദിച്ചാൽ ഈ അത്ര അടുപ്പമുള്ള ഒരാളാണ്, ഇനി നമ്മുടെ യജ്ഞത്തിന് വേണ്ടി അറിയാത്തങ്ങനാണോ? ഞാൻ അയാളെ ഫോണിൽ വിളിച്ചു. എന്ത് പറ്റി? ആരാ മരിച്ചത്? ആര് മരിച്ചു ചേട്ടാ? അല്ല, ഞാൻ പറഞ്ഞാൽ റീത്തുമായിട്ട് പോകുന്നു. ചേട്ടാ, അത് ഈ എന്താ പുതിയ പൂക്കളമാണ് ഡിസൈൻ ചെയ്ത് മേടിക്കാൻ കിട്ടുന്ന. അവിടുത്തെ പൂക്കടയിൽ നിന്ന് തന്നെ മേടിക്കാൻ കൊണ്ടുപോകും. അത് കൊണ്ടുവന്ന് വെച്ചാൽ മതി, രാവിലെ വൈകുന്നേരം എടുത്ത് വീണ്ടും വെക്കാം, പിറ്റേന്ന് എടുത്ത് വെക്കാം. മനസ്സിലായില്ലേ? അടുത്ത വർഷം അത് ഉപയോഗിക്കുക. കാര്യം എന്താ? പ്ലാസ്റ്റിക്കാണ്. ആരെ ബോധിപ്പിക്കാനാണ്? നിങ്ങൾ സംശയത്തെ വാർത്തകൾക്ക് അറിഞ്ഞാൽ മതി. ഇപ്പോൾ ഇത് കൃത്രിമമായി മേടിക്കാൻ കിട്ടുന്നുണ്ട്. പണ്ട് റീത്തായിരുന്നു ഇങ്ങനെ കൊണ്ടുപോകുന്നത്. അന്നേരമാണ് അറിയുന്നത് റീത്തിന് ഓരോ പുതിയ സാധനം. വൈകുന്നേരം ആയപ്പോൾ ചിന്നക്കടയിലേക്ക് വന്നപ്പോൾ മനസ്സിലായി ചിന്നക്കടയിലെ പ്രധാനപ്പെട്ട പൂക്കടകളിലെല്ലാം അത്തപ്പൂറ്റ റീത്തുണ്ട്. ആ അവസ്ഥ. അപ്പം പുലരുന്നതിന് മുമ്പേ മുറ്റം അടിക്കണം. പിന്നെ അത് കഴിയാലോ. അടുത്തതെന്താ പറഞ്ഞത്? കുളിക്കാൻ പോയപ്പോഴാണ് അല്ലേ? നിന്നങ്ങ് കുളിക്കരുത്. അമിതമായി ദേഹാഭിമാന ബോധം അഹങ്കാരം വരുമ്പോൾ നിന്നങ്ങ് കുളിക്കുന്നത്. എത്ര കുളിച്ചാലും നമ്മുടെ ശരീരത്തിന് വേണ്ട വൃത്തിക്കുള്ള കുളി കുളിച്ചിട്ട് വരാം. ചില ആൾക്കാർ കുളിമുറി കയറി കഴിഞ്ഞാൽ 5 പാട്ടും കഴിഞ്ഞാൽ പുറത്തിറങ്ങും. അതല്ലേ? കുറേ കുളിക്കാൻ വരുന്ന ആൾ അവിടെ നിന്ന് ലോങ് ടൈമും ഇവരെ തേപ്പ് കണ്ടു കഴിഞ്ഞാൽ വിചാരിക്കും പോയ ആളല്ല തിരിച്ചു വരുന്നത്. തിരിച്ചു വരുമ്പോഴത്തേക്ക് 90 മാറ്റുമായിട്ട് ഇറങ്ങി വരുന്ന കണക്കാണ്. തിരിച്ചു വരുമ്പോഴും കണ്ടോണ്ട് നിൽക്കുന്നത് പറയാം 60 മാറ്റേ ഉള്ളൂ. നമ്മൾ മനസ്സിലായി? പുറമേ ഉള്ള തൊലി തേച്ച് വെളുപ്പിക്കുന്നത് കൊണ്ടല്ല, പുറമേ ഉള്ള അഴുക്ക് പോകണം. പക്ഷേ അത് എത്ര തേച്ച് വെളുപ്പിക്കുന്നത് കൊണ്ടല്ല, അകം വൃത്തിയാവുക. അപ്പം നിന്നങ്ങ് കുളിക്കരുത്. അതിന് വലിയ ആവശ്യത്തിന് ജലം ഉപയോഗിക്കുമ്പോൾ എപ്പോഴും എന്ത് ചെയ്യണം? മിതത്വം ഉണ്ടാവണം. അതാണ് മുത്തശ്ശി പറഞ്ഞത്. അടുത്തതെന്താ മുത്തശ്ശി പറഞ്ഞത്? ഇരുന്നങ്ങ് ഒരുങ്ങരുത്.
മനസ്സിലായില്ലേ? അമിതമായ ഒരുക്കം അനിവാര്യമല്ല. അമിതമായി ഒരുങ്ങുന്നത് എപ്പോഴാണ്? ദേഹാഭിമാനബോധം വർദ്ധിക്കുമ്പോഴാണ്. മനസ്സിലായി? പിന്നെയോ സ്വന്തം രൂപത്തോടും സ്വന്തം സ്വരൂപത്തോടും അപകർഷത വരുമ്പോഴാണ്. മനസ്സിലായി? അപ്പോൾ പുറമേയുള്ള അലങ്കാരമല്ല ജീവിതത്തിന് പ്രധാനം, അകമേ ഉള്ള സ്വഭാവമാണ്. ഇത് പറഞ്ഞതാണ് മുത്തശ്ശി. പക്ഷേ ഈ കുട്ടിക്ക് മനസ്സിലായി. ഇത് പറഞ്ഞപ്പോഴാണ് കുട്ടിക്ക് മനസ്സിലായി മുത്തശ്ശി പറഞ്ഞതല്ല, ഞാൻ മനസ്സിലാക്കിയെന്ന് പറഞ്ഞ് തിരുത്തി. അതുകൊണ്ട് ഇവിടെ പറയുന്നത് എല്ലാ കർമ്മങ്ങളും ആർക്ക് സമർപ്പിക്കാം? ഭഗവാന് സമർപ്പിക്കാം. മനസ്സിലായില്ലേ? സന്താന ഉൽപാദനം വരെ ഭഗവാന് സമർപ്പിച്ചിട്ടാണ് പണ്ട് കാലം. നമ്മൾ ഇടയ്ക്ക് പറഞ്ഞു, ഭഗവാനെ എനിക്ക് മകനായി നീ പിറക്കണമേ. മനസ്സിലായില്ലേ? ഭഗവതി എനിക്ക് മകളായി പിറക്കണമെന്ന പ്രാർത്ഥനയോടായിരുന്നു സന്താനങ്ങൾക്ക് പോലും ജന്മം കൊടുത്തിരുന്നത്. അപ്പം ഈശ്വരീയമായി കായേന വാച മനസേന്ദ്രൈർവാ ബുദ്ധ്യാത്മനാവാ പ്രകൃതസ്വഭാവ കരോമിയത്വ സകലം പരസ്മേ നാരായണായേതി സമർപ്പയാമി. സർവകർമ്മവും ഭഗവാൻ സമർപ്പിക്കാൻ പറ്റുന്ന നിലയിൽ നമ്മുടെ മനസ്സ് രൂപപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ഭാഗവതധർമ്മത്തെ സ്വീകരിച്ചു, ഭാഗവതധർമ്മത്തെ തിരിച്ചറിഞ്ഞു.